എന്താണ് സെൽഫ് ട്രാൻസ്ഫോർമേഷൻ? അല്ലാന്നുണ്ടെങ്കിൽ സെൽഫ് ട്രാൻസ്ഫോർമേഷൻ ട്രെയിനിങ് പ്രോഗ്രാം, 21 ഡേയ്സ് ഓഫ് പ്രോഗ്രാം എന്താണ് എന്ന് എന്നോട് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. ശരിക്ക് നമുക്കകത്ത് നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണം. ഈ മനുഷ്യന്മാർക്കുള്ളൊരു പ്രധാന പ്രശ്നം എന്താണെന്നറിയോ? സ്വന്തം ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് വേണ്ടി നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ചുറ്റും നിൽക്കുന്ന വ്യക്തികളും മാറണമെന്ന് മാത്രമാണ് ഒട്ടുമിക്ക ആൾക്കാരും ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരുടെ ലൈഫ് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഫുള്ള് ട്രാജഡി ആയിരിക്കും. പക്ഷെ അവിടെ നമുക്കൊരു മാറ്റം ആവശ്യമാണ്. പക്ഷേ നമുക്കുണ്ടാകേണ്ട മാറ്റം നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടോ നമ്മുടെ ചുറ്റുപാടിനോ വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ട് നമ്മിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ആക്റ്റീവ് ആവേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാര്യം നമുക്കൊരു മൂഡ് ഓഫ് ഉണ്ടാകുമ്പോൾ ഒരു പരിധിയുണ്ട്. ഒരു എക്സ്റ്റേണൽ പേഴ്സൺ അല്ലാന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ തിങ്സിന് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരു പരിധിയുണ്ട്. പക്ഷേ നമുക്കൊരു മൂഡ് ഓഫ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇൻറ്റേർണലി നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടുവാണ്. ഇൻറ്റേർണലി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള റെമഡീസ് നമ്മളിൽ നിന്നിട്ട് തന്നെ ആക്റ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ വളരെ അധികം നമ്മൾ ബ്ലെസ്ഡ് ആണെന്ന് പറയാം. സോ നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏത് വിഷയമാണെന്നുണ്ടെങ്കിലും ആ എല്ലാ വിഷയങ്ങൾക്കുമുള്ള സൊല്യൂഷൻസ് നമ്മുടെ അകത്തുണ്ട്. ആ കാര്യത്തെ ആക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിലൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന പ്രോഗ്രാമാണ് 21 ഡേയ്സ് ഓഫ് സെൽഫ് ട്രാൻസ്ഫോർമേഷൻ ട്രെയിനിങ് പ്രോഗ്രാം. ശരിക്കും ഈ പ്രോഗ്രാം ഒരു 21 ഡേയ്സ് ഓഫ് ജേണിയാണ്. ഈ ജേണിക്കകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഏകദേശം 7 സെഷൻസ് ഉണ്ടാകും. ഒരു ദിവസം തന്നെ 7 സെഷൻസ് ഉണ്ടാകും. ഈ 7 സെഷൻസും നമ്മൾ 21 ഡേയ്സ് കറക്റ്റായിട്ട് നമ്മൾ റൺ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അത് നമ്മുടെ ലൈഫിനകത്ത് ഭയങ്കര ഒരു അസറ്റായിരിക്കും. ഒരു ബിഹേവിയർ മോഡിലേക്ക് അത് കൺവേർട്ട് ആവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. സോ സെൽഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എപ്പോഴും അത് നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ മെൻ്റൽ സ്ട്രെങ്തിന് വേണ്ടിയിട്ടും നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്തിന് വേണ്ടിയിട്ടും നമ്മുടെ എൻവയോൺമെൻറ്റൽ ആൻഡ് ഇമോഷണൽ സ്ട്രെങ്തിനും വേണ്ടിയിട്ടാണ്. സോ ഡോണ്ട് മിസ് ഇറ്റ്.